എല്ലാവർക്കും നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു ടോർക്ക്, അതേപോലെ എന്തായിരുന്നു ആംഗുലർ മൊമെൻറ്റം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടോർക്ക് ഈസ് നോൺ ആസ് ദി മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആൻഡ് ആൾസോ വി സ്റ്റഡിഡ് വാട്ട് ഈസ് ആംഗുലർ മൊമെൻറ്റം. Angular momentum is known as moment of linear momentum. Angular momentum L is equal to R cross P. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, എ റിജിഡ് ബോഡി ക്യാൻ ഹാവ് 3 types of motion. First one is known as translational motion, and second one is known as rotational motion, and third one is rolling motion. That is a combination of translation and rotation motion. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി എന്താണെന്നുള്ളതും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് വാട്ട് യു മീൻ ബൈ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, വാട്ട് യു മീൻ ബൈ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് വാട്ട് യു മീൻ ബൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ട് പഠിക്കാം. ഇതിനോടനുബന്ധമായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നോക്കൂ, റിജിഡ് ബോഡി ക്യാൻ ഹാവ് 3 types ഓഫ് മോഷൻ. നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ ആൻഡ് റോളിംഗ് മോഷൻ. സപ്പോസ് യു അപ്ലൈ ഫോഴ്സ് എഫ് ടു എ ബോഡി, യു നോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എ, ആൻഡ് ആൾസോ വി നോ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, ദറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ, അതേപോലെ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി എടുക്കാം. ദാറ്റ് മീൻസ് അതിൻ്റെ ആക്സലറേഷൻ ആൻഡ് മൊമെൻറ്റം വിൽ ചേഞ്ച്. അതായത് ആക്സലറേഷൻ ഉണ്ടാവുന്നു ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, അതേപോലെ അതിൻ്റെ ലീനിയർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു റിജിഡ് ബോഡി എടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ടോർക്ക്. ടോർക്ക് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, where alpha is known as angular acceleration. Also we studied tau is equal to dl by dt, is a relation connecting angular momentum and torque. Here also if you apply torque, omega, alpha and angular momentum will change. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മളൊരു ബോഡിക്ക് ഫോഴ്സും അതേപോലെ ടോർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി വിൽ ഹാവ് ട്രാൻസ്ലേഷൻ മോഷൻ. ആ സെൻറ്റർ ഓഫ് മാസ് ആ ബോഡിയുടെ ട്രാൻസ്ലേഷൻ മോഷനിലായിരിക്കും. മറ്റുള്ള പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. കാരണം അവിടെ നമ്മൾ ടോർക്കും കൊടുക്കുന്നുണ്ട്, അതേസമയം തന്നെ ഫോഴ്സും കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ കേസ് ഓഫ് റോളിംഗ് മോഷൻ. ഈ ഫോഴ്സ് ഈസ് 0. ദാറ്റ് ഈസ് ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ റിജിഡ് ബോഡി ഈസ് 0, we can write dp by dt is equal to 0. That is rate of change of linear momentum is equal to 0. So we can say that linear momentum is constant. അതേപോലെ if tau is equal to 0, torque acting on the rigid body is 0, then dl by dt is equal to 0 because tau is equal to dl by dt. So L is a constant. Then let us see what do you mean by a mechanical equilibrium. A rigid body is said to be in mechanical equilibrium if its linear momentum and angular momentum are not changing with time. അതായത് ഈ റിജിഡ് ബോഡിയുടെ ലീനിയർ മൊമെൻറ്റത്തിനും ആംഗുലർ മൊമെൻറ്റത്തിനും ടൈമിനനുസരിച്ച് വേരിയേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി സെറ്റ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. നമുക്ക് അല്ലെങ്കിൽ വേറെ തരത്തിൽ എങ്ങനെ പറയാം, ദ ബോഡി ഹാസ് നെയ്തർ ലീനിയർ ആക്സലറേഷൻ ഓർ ആംഗുലർ ആക്സലറേഷൻ. ആ ബോഡിയെ സംബന്ധിച്ച് അതിന് ലീനിയർ ആക്സലറേഷൻ എയോ അതേപോലെ ആംഗുലർ ആക്സലറേഷൻ ആൽഫയോ ഉണ്ടായിരിക്കില്ല. അതായത് the total force acting of the system is 0 and the total torque is 0. ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഇവിടെ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റിജിഡ് ബോഡി is 0 and net torque acting on the rigid body is 0, then the body is said to be in mechanical equilibrium. അല്ലെങ്കിൽ നമ്മൾ പറയും the body is said to be in balanced condition. അതായത് ഈ ഒരു കണ്ടീഷനാണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സും അതേപോലെ റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്കിന്റെയും വാല്യൂ 0 ആണെങ്കിൽ ദ ബോഡി സെറ്റ് ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഓർ ദ ബോഡി സെറ്റ് ബി ബാലൻസ്ഡ്. ഇനി കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റിജിഡ് ബോഡി is 0, ദാറ്റ് ഈസ് സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0. സോ there is no acceleration or the change in momentum is 0. Linear momentum change 0 ആയിരിക്കും.
Rotational equilibrium means the net torque acting on the rigid body is 0. Here this torque is in clockwise direction. Here the torque is in anti-clockwise direction. Net torque 0 means torque clockwise is equal to torque anti-clockwise. In that case, we can say that the angular acceleration alpha is equal to 0 and change in angular momentum is also 0. Then in the case of mechanical equilibrium, we know sigma f is equal to 0 and sigma tau is equal to 0. നമ്മളിങ്ങനെ ഒരു സ്കെയിൽ എടുക്കാം. ആ സ്കെയിൽ രണ്ട് നൈഫ് എഡ്ജിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സ്കെയിലിൻ്റെ മാസ് എം ആണ്, അതിൻ്റെ വെയിറ്റ് സെൻറ്റർ ഓഫ് മാസിലൂടെ ആക്ട് ചെയ്യുന്നത് ആണ് എം ജി. ഓക്കെ, ഈ നൈഫ് എഡ്ജിൻ്റെ മുകളിൽ സ്കെയിൽ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഹിയർ ദ റിയാക്ഷൻ ഈസ് N1, ഹിയർ ദ റിയാക്ഷൻ ഈസ് N2. ഈ നൈഫ് എഡ്ജിൽ നിന്ന് ഈ O എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1. അതുപോലെ ഈ നൈഫ് എഡ്ജിൽ നിന്ന് ഈ O എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x2. അപ്പോൾ നമുക്ക് എന്താണ് ക്ലോക്ക് വൈസ് ടോർക്ക് നോക്കാം. ക്ലോക്ക് വൈസ് ടോർക്ക്, അതായത് ഈ ഡയറക്ഷനിലുള്ള ടോർക്കാണ് ക്ലോക്ക് വൈസ് ടോർക്ക്. സോ ക്ലോക്ക് വൈസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ N1 എന്നുള്ള ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x1. സോ ക്ലോക്ക് വൈസ് ഇസ് ഈക്വൽ ടു N1 x1. അതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് ഈ ഡയറക്ഷനിലുള്ള ടോർക്കാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു x2. ഓക്കെ, ദെൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ആക്ട് ചെയ്യുന്ന, ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. നമുക്കറിയാം എം ജി എന്നുള്ള ഫോഴ്സ് അലോങ് ദി പോയിന്റ് O ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. N1 N2 എന്നുള്ള രണ്ട് റിയാക്ഷൻ ഫോഴ്സ് ദാറ്റ് ആർ ആക്ടിങ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ താഴത്തേക്കുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റു രണ്ട് ഫോഴ്സുകളുടെ ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവ് എന്ന് എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് എം ജി മൈനസ് N1 minus N2 is equal to 0. The net force is 0 and net torque is also 0 in the case of mechanical equilibrium. So what are the torques here? Torque indication എഴുതി N1 x1, അതാണ് ക്ലോക്ക് വൈസ് ടോർക്ക്. ക്ലോക്ക് വൈസ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് എടുക്കേണ്ടത്. സോ N1 x1 മൈനസ് N2 x2 is equal to 0. So we can write N1 x1 is equal to N2 x2. ഇവിടെ ടോർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഈ എം ജി എന്നുള്ള ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എം ജി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ O എന്നുള്ള പോയിന്റിലൂടെയാണ്. അപ്പോൾ ടോർക്ക് എന്ന് പറയാൻ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ O എന്നുള്ള പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിലൂടെ എടുക്കുകയാണെങ്കിൽ we can write it as 0. That is mg is acting along O. In the case of O, the perpendicular distance is 0. So torque is 0. അപ്പോൾ ടോർക്ക് എടുക്കുന്ന കേസിൽ ഈ എം ജിയിലൂടെയുള്ള ടോർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ the answer will be 0. അതുകൊണ്ടാണ് N1 N2 എന്നുള്ള ഫോഴ്സുകൾ മാത്രം എടുത്തത്. പക്ഷേ നെറ്റ് ഫോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ 3 ഫോഴ്സുകൾ എടുത്തു. N1 ഉം N2 അപ്വേർഡ് ഫോഴ്സ് ആയിട്ടും എം ജി ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ട് എടുത്തു. നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റാണ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, ഇതാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഫെമിലിയർ ആയുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. സ്റ്റിയറിംഗ് ഓഫ് എ വെഹിക്കിൾ, കാറിൻ്റെയും ബസ്സിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം. ഈ സ്റ്റിയറിംഗിൻ്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ റൊട്ടേഷൻ്റെ കേസിൽ നമുക്കറിയാം 0 ആണ്. നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അതായത് ദ സിസ്റ്റം ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. പക്ഷെ ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. കാരണം ഈ തരത്തിലുള്ള ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ടോ നെറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഈസ് നോട്ട് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ബട്ട് ദ സിസ്റ്റം ഈസ് ഇൻ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലാണ് ഈ സ്റ്റിയറിംഗ് എന്ന് പറയും. അതായത് രണ്ടാമത്തെ കേസ് എടുക്കാം. ഒരു ലിഡ് ഓഫ് എ ബോട്ടിൽ, ഒരു ബോട്ടിലിൻ്റെ ലിഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നോക്കൂ, ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫിംഗർ കൊണ്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഫിംഗർ കൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ബട്ട് ഹിയർ ആൾസോ ദർ ഇസ് എ നെറ്റ് ടോർക്ക്. കാരണം ഈ തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടോർക്കിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആണ് ലിഡ് കറങ്ങുന്നത്. ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഈസ് നോട്ട് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ബട്ട് ഈസ് ഇൻ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം. വേറെ കേസ് നോക്കാം. ഒരു കോമ്പസ് നീഡിൽ എടുക്കുക. ഒരു കോമ്പസ് നീഡിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്. ആ നോർത്ത് പോളിൽ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൗത്ത് പോൾ
ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 0 അല്ല, പക്ഷെ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് കോമ്പസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്യും, അതായത് റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലല്ല, പക്ഷെ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഈ കേസിലൊക്കെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്, അതിന്റെ ലൈൻസ് ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫോഴ്സ് ഈ ഡയറക്ഷനാണെങ്കിൽ ഈ ഫോഴ്സ് ഈ ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ലിഡിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കണ്ടു ഈ ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഒരു ഫോഴ്സ് ഈ തരത്തിലാണ്. അത് ഇതിൻ്റെയൊക്കെ ആക്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുത്തെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടാണ്. ഇത്തരത്തിലുള്ള ഫോഴ്സുകളെ നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. വെറുതെ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് പറഞ്ഞാൽ പോലെ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ഫോഴ്സുകളെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. നമുക്ക് സിറ്റുവേഷൻ പരിചയപ്പെടാം. ഒരു ഹെവി ആയിട്ടുള്ള ഒരു കല്ലിനെ നമുക്ക് നീക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ലിവർ. ഉത്തോലകം എന്ന് മലയാളത്തിൽ പറയും, ലിവർ. ഈ ലിവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹെവി സ്റ്റോണിനെ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് വേറൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ എഫേർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പോയിന്റുകളായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഈ ഒരു പോയിന്റിനെ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്, ഈ പോയിന്റ് നമ്മൾ ലോഡ് എന്ന് പറയും. അവിടുത്തെ ഫോഴ്സ് F1 എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ഈ ഒരു പോയിന്റാണ് ഫൽക്രം എന്ന് പറയുന്നത്. മലയാളത്തിൽ ദാരം എന്ന് പറയും. ലോഡ് എന്നുള്ളതിന് മലയാളം രോധം എന്നാണ് പറയുന്നത്. ഇനി ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്റ്റോൺ ഇങ്ങോട്ട് നീങ്ങുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനാണ് എഫേർട്ട് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ F2 എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ ലോഡിനെ F1 എന്ന് മാർക്ക് ചെയ്യാം. ഈ ലോഡിൽ നിന്ന് ഈ ഫൽക്രം എന്നുള്ള പോയിന്റിലേക്ക് ഡിസ്റ്റൻസിന് D1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ എഫേർട്ടിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ D2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്, അത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഡയഗ്രത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം. അതായത് ഇവിടെ ഇതൊരു നൈഫ് എഡ്ജ് ആയിട്ടിരിക്കുന്നു. അതായത് ഈ ഒരു പോയിന്റ്, ദെൻ ഹിയർ ദ ഫോഴ്സ് ഈസ് F1, ഹിയർ ദ ഫോഴ്സ് ഈസ് F2. ഓക്കെ, ദെൻ ദിസ് ഈസ് D1 ആൻഡ് ദിസ് ഈസ് D2. നമുക്കറിയാം ഇവിടെ ഇതിനെതിരായിട്ട് ഒരു നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടായിരിക്കും ഈ പോയിന്റിൽ നിന്ന്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ N. ഇനി ഇവിടെ ദ സിസ്റ്റം ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് 0 ആണ്. ഇവിടെ എന്തെല്ലാം ടോർക്കാണ് ആക്ട് ചെയ്യുന്നത് നോക്കൂ. ഈ ഒരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ബാക്കിയെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഈ ലിവർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുക. ഈ ഒരു ബാലൻസ്ഡ് അവസ്ഥയിൽ നിന്ന് ഈ ലിവർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ ടോർക്ക് നമുക്ക് ക്ലോക്ക് വൈസ് എന്ന് പറയാൻ കിട്ടും. അതായത് ഇവിടെ ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കാണ്, ഇവിടുത്തെ ടോർക്ക് ക്ലോക്ക് വൈസ് ടോർക്കാണ്. ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ദ നെറ്റ് ടോർക്ക് ഈസ് 0. കൺസിഡർ ദ സിസ്റ്റം ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. സോ ദ ടോർക്ക് ക്ലോക്ക് വൈസ് ഈസ് ഈക്വൽ ടു ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ്, ഓർ ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഈസ് ഈക്വൽ ടു ടോർക്ക് ക്ലോക്ക് വൈസ്. നമുക്ക് എങ്ങനെയാണ് ടോർക്ക് കണ്ടെത്താം? നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഇതാണ് ഇവിടുത്തെ ഈ O എന്നുള്ള പോയിന്റ്. ഈ പോയിന്റിനെ ആസ്പദമാക്കിയാണ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഫോഴ്സ് F1. ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് D1. സോ F1 ഇൻറ്റു D1 ദാറ്റ് ഈസ് ദ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറഞ്ഞാൽ F2 ഇൻറ്റു D2. നമുക്ക് ഇതിനൊക്കെ തന്നെ പേര് വിളിക്കാം. F1 എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡാണ്, ആൻഡ് D1 എന്ന് പറയുന്നത് ഈ ലോഡിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് അതിനെ ലോഡ് ആം എന്ന് വിളിക്കാം. സോ ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ആണ് ഇവിടുത്തെ F2, ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് എഫേർട്ട് ആം. സോ എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഇനി നമുക്കറിയാം ഈ ലിവർ ഉപയോഗിക്കുന്നത് നമ്മുടെ എഫേർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ എഫേർട്ട്. അതായത് നമ്മൾ എത്ര എഫേർട്ട് കൊടുത്തു, അതുപോലെ ഏത് ലോഡിനെ നമ്മൾ നീക്കുന്നത്, അപ്പോൾ ആ റേഷ്യോ ലോഡ് ബൈ എഫേർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. നമുക്ക് ഇവിടുന്ന് എഴുതാം ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു, ഈ ലോഡ് ഇവിടെ എഫേർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് തിരിച്ചെഴുതാം എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. What is effort arm here? Effort arm is here D2 and load arm is D1. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടണമെങ്കിൽ D2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ D1, അല്ലെങ്കിൽ D2ൻ്റെ വാല്യൂ വളരെ കൂടിക്കഴിഞ്ഞാലാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. അതായത് ഈ ഡിസ്റ്റൻസ്
ഈ D1 എന്ന ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കണം. അതായത് നമുക്ക് മാക്സിമം ഈ ഫൽക്രത്തിൻ്റെ പോയിന്റ് ഈ ലോഡിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ട് കുറയുകയുള്ളൂ. അതല്ലാതെ ഈ ഫൽക്രം ഇങ്ങോട്ടാണ് നീങ്ങുന്നതെങ്കിൽ D2ൻ്റെ വാല്യൂ കുറയും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അതായത് ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നത്. F1 D1 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു D2. ഇവിടെ പറഞ്ഞു സിസ്റ്റം ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ടോർക്ക് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് എഴുതി നമ്മൾ ഇക്വേഷൻസ് എഴുതിയപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ റിലേഷൻ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു D2 ബൈ D1. ആൻഡ് to have a greater mechanical advantage, D2 should be greater than D1. D2ൻ്റെ വാല്യൂ അല്ലെങ്കിൽ എഫേർട്ട് ആമിൻ്റെ വാല്യൂ ലോഡ് ആമിൻ്റെ വാല്യൂവിനേക്കാൾ വളരെ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലിവർ ഉപയോഗിച്ച് കിട്ടുക എന്നുള്ളത് മനസ്സിലായി. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നോക്കാം. നമുക്ക് എന്താണ് സെൻറ്റർ ഓഫ് മാസ് അറിയാം. ഇറ്റ് ഈസ് എൻ ഇമാജിനറി പോയിന്റ് അറ്റ് വിച്ച് ദ ഓൾ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് ഇത്തരത്തിൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കും. സെൻറ്റർ ഓഫ് മാസ് ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കും. ഇനി നമ്മൾ അത്തരത്തിലുള്ള ബോഡിയുടെ ആ പാർട്ടിക്കിൾസ് ഒക്കെ ഡിഫറൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെ ഒക്കെ തന്നെ മാസ് ഉണ്ട്. M1 M2 എന്നുള്ള മാസുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ വെയിറ്റ് mg എന്നുള്ള M1g M2g എന്നുള്ള വെയിറ്റുകൾ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദി എൻറ്റയർ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അതായത് ഈ ബോഡിയുടെ മൊത്തം വെയിറ്റ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ പോയിന്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ദ ഓൾ വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്. സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞാൽ ഓൾ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ്. ആ ബോഡിയുടെ ഓവറോൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട ആ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. യൂഷ്വൽ കേസിൽ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് സെയിം ഇഫ് G ഈസ് യൂണിഫോം. അതായത് യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആയിരിക്കും. അല്ലാത്ത കേസിൽ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ കോമൺ കേസിലൊക്കെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫോർ എ റിജിഡ് ബോഡി. നമുക്കിവിടെ നോക്കൂ, ഈ ഒരു രണ്ട് മാസുകൾ M1 M2 എന്നുള്ള മാസ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയാൻ നമുക്കറിയാം M1 പ്ലസ് M2 ആണ്. ഈ M1 എന്നുള്ള മാസിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വെയിറ്റാണ് M1g. M2 എന്നുള്ള മാസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വെയിറ്റാണ് M2g. ഈ വെയിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ടോർക്കിനെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്ന് പറയാം. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഈസ് ദ ടോർക്ക് ഡ്യൂ ടു വെയിറ്റ്. ഇവിടെ രണ്ട് ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. M എന്നുള്ള മാസിൻ്റെ ഫലമായിട്ട് ഉണ്ടായ വെയിറ്റാണ് mg. സോ M1g. M1 എന്നുള്ള മാസിൻ്റെ ഫലമായിട്ടുണ്ടായ വെയിറ്റാണ് M1g. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ ടോർക്ക് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഹിയർ ദ ടോർക്ക് ഈസ് ദിസ് ഡയറക്ഷൻ M2g. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ റെഫറൻസ് പോയിന്റ് എടുക്കുന്ന കേസിൽ ഗ്രാവിറ്റേഷണൽ ടോർക്കിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ടോർക്ക് എടുക്കുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഇവിടെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ദ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഈസ് 0 അറ്റ് ദാറ്റ് പോയിന്റ്. മറ്റേ ഈ പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ M1g ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടുത്തെ M2g ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോർക്ക് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദി റിജിഡ് ബോഡി. ഓക്കെ, അടുത്ത നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് മൊമെന്റ് ഓഫ് എ കപ്പിൾ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പോയിന്റ് അബൌട്ട് വിച്ച് യു ടേക്ക് ദി മൊമെന്റ്സ്. കപ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം ടു ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷനിലൂടെ ആക്ട് ചെയ്യുന്ന ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ സിറ്റുവേഷൻ എടുക്കാം. A B എന്നുള്ള രണ്ട് പോയിന്റാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് -F നമ്മൾ എടുത്തു, ഈ ഫോഴ്സ് +F എടുത്തു. ഒന്ന് മൈനസ് എടുത്തു, ഒന്ന് പ്ലസ് എടുത്ത് F എടുത്തു. ഏത് വേണമെങ്കിൽ പ്ലസ് എടുക്കാം, ഏത് വേണമെങ്കിൽ മൈനസ് എടുക്കാം. ഈ ഡിസ്റ്റൻസ് AB എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ പറയുന്നത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ O എന്നുള്ള പോയിന്റ് എടുക്കുന്നത് ഈ അബൌട്ട് ദ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളിവിടെ മൊമെന്റ് എടുക്കേണ്ടത്. മൊമെന്റ് ഓഫ് എ കപ്പിൾ, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടോർക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഈ O എന്നുള്ള പോയിന്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓർ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മൊമെന്റ് ഓഫ് കപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് O ഇവിടെയാണ്. ഈ Oയിൽ നിന്ന് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1. അതേപോലെ ഈ ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ പോയിന്റിൽ നിന്ന് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R2. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ R ക്രോസ് F ആണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ
ഇതാണ് R1 എന്നുള്ള വെക്ടറായി നമ്മൾ എടുത്തിരിക്കുന്നു, ഇത് R2 എന്നുള്ള വെക്ടറായി എടുത്തിരിക്കുന്നു. ഇവിടുത്തെ ഫോഴ്സ് എഫ് ഈ ഡയറക്ഷനിലും ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്താണ് കണ്ടെത്തണം. അതിനുശേഷം അത് ഈ O എന്നുള്ള പോയിന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയണം. സോ ദ മൊമെന്റ് ഓഫ് എ കപ്പിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി മൊമെന്റ്സ് ഓഫ് ടു ഫോഴ്സസ് മേക്കിംഗ് ദി കപ്പിൾ. കപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഫോഴ്സിലാണ്. ഈ രണ്ട് ഫോഴ്സുകളുടെയും മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദ മൊമെന്റ് ഓഫ് ദി കപ്പിളായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് എടുക്കാം. ഇവിടുത്തെ ഫോഴ്സ് എഫ് ആണ്. ഈ എഫിലേക്ക് ഈ ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് R1. അപ്പോൾ നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് എഫ്. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് എഴുതുന്ന സമയത്ത് R1 വെക്ടർ R1 ക്രോസ് മൈനസ് എഫ് എന്ന് കൊടുത്തു, പ്ലസ് അതേപോലെ ഇവിടുത്തെ ഫോഴ്സ് നോക്കൂ ഇങ്ങോട്ടാണ്, അതുപോലെ ഇവിടുത്തെ ഡിസ്റ്റൻസ് R2. സോ R2 ക്രോസ് എഫ്, R2 ക്രോസ് എഫ്. ഇവിടെ രണ്ടിലും എഫ് കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഒരു മൈനസ് സൈൻ ഇതിനുള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം R2 മൈനസ് R1 ക്രോസ് എഫ് എന്ന് എഴുതാം. R2 മൈനസ് R1 ബ്രാക്കറ്റിനകത്ത് എഴുതി, പിന്നെ എഫ് ഔട്ട് സൈഡ് ആക്കിയിട്ട് എഴുതി, ദെൻ മൈനസ് സൈൻ ഉള്ളിലേക്ക് എഴുതി. ഓക്കെ, ദെൻ വാട്ട് ഈസ് R2 മൈനസ് R1 എന്ന് നോക്കാം. ഇത് ഒരു വെക്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് R1 എന്നുള്ള വെക്ടറാണ്, ഇത് R2 എന്നുള്ള വെക്ടറാണ്. ഇതാണ് നമ്മുടെ AB എന്നുള്ള ഡിസ്റ്റൻസ്. നമുക്ക് ട്രയാങ്കിളിലോ അപ്ലൈ ചെയ്യാം. അതായത് R1 പ്ലസ് AB ഇസ് ഈക്വൽ ടു R2 എന്ന് എഴുതാം. അതായത് സം ഓഫ് ടു സൈഡ്സ് എന്ന് പറയുന്നത് തേർഡ് സൈഡിന് ഈക്വൽ ആയിരിക്കും. അതായത് R1 പ്ലസ് വെക്ടർ AB ഇസ് ഈക്വൽ ടു R2. ഓക്കെ, സോ AB ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, വെക്ടർ R2 മൈനസ് R1. അപ്പോൾ ഇവിടെ R2 മൈനസ് R1 പകരമായിട്ട് വെക്ടർ AB കൊടുക്കാം. വെക്ടർ AB ക്രോസ് എഫ്. വാട്ട് ഈസ് AB? AB ഇസ് ദ എൻറ്റയർ ലെങ്ത് ബിറ്റ്വീൻ ടു ഫോഴ്സസ്. അതായത് എഫും മൈനസ് എഫും ആക്ട് ചെയ്യുന്ന ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണ് AB എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ AB എന്നുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ O എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് R2 മൈനസ് R1 എന്നുള്ളത് AB തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ആസ് AB ഈസ് കംപ്ലീറ്റ് ലെങ്ത് which does not depend if you take any point. ഈ O എന്നുള്ള പോയിന്റ് ഇവിടെ എടുത്താലും ഏത് സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന R2 R1 ഡിസ്റ്റൻസ് വാല്യൂങ്ങിൽ കൂടി ദ ഡിഫറൻസ് R2 മൈനസ് R1 will be AB. That is always same. That means the moment of the couple does not depend on the point about which we take the moments. ഒരു കപ്പിളിന്റെ മൊമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പോയിന്റ് ഓഫ് റെഫറൻസ് എടുത്തു കഴിഞ്ഞാലും the moment of couple is same. അടുത്തതായി നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. എ മെറ്റൽ ബാർ 70 സെന്റിമീറ്റർ ലോങ് ആൻഡ് 4 കിലോഗ്രാം ഇൻ മാസ് ഈസ് സപ്പോർട്ടഡ് ഓൺ 2 നൈഫ് എഡ്ജസ്. രണ്ട് നൈഫ് എഡ്ജുകൾ K1 K2 അവിടെയായിട്ട് ഒരു ലോങ് ബാർ 70 സെന്റിമീറ്റർ ലോങ് ആണ്, 4 കിലോഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് മാസ് വെച്ചിരിക്കുകയാണ്. എ 6 കിലോഗ്രാം ലോഡ് ഈസ് സസ്പെൻഡ് അറ്റ് 30 സെന്റിമീറ്റർ ഫ്രം വൺ എൻഡ്. അതായത് ഇത് ഓവറോൾ 70 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നേരെ കറക്റ്റ് 35-ലായിരിക്കും. 30 സെൻറ്റിമീറ്റർ അകലത്തിൽ ആണ് എന്തിരിക്കുന്നത്, ഒരു എൻഡിൽ നിന്ന് 6 കിലോഗ്രാം മാസ് എത്തിക്കുന്നത്. ഈ എൻഡിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് 6 കിലോഗ്രാം മാസ് തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റിയാക്ഷൻ അറ്റ് ദി നൈഫ് അഡ്ജസ്, ദാറ്റ് ഈസ് N1 ആൻഡ് N2. അതായത് N1ലും N2ൻ്റെയും വാല്യൂ, അതായത് K1ലും K2ലും ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. N1 ആൻഡ് N2. This system is an example for mechanical equilibrium. Mechanical equilibrium means the system is in translational equilibrium and at the same time it is in rotational equilibrium also. So we know that the condition for translational equilibrium is sigma F, or the net force is 0, and the condition for rotational equilibrium is that net torque is 0 or sigma tau is equal to 0. So we can apply this condition here one by one. So first condition, as I already said, the system is balanced system. That means sigma F is equal to 0 and sigma tau is equal to 0. So in translational equilibrium means sigma F is equal to 0. So what are the total forces acting on the system? N1 and N2 are the two forces acting in the upward direction, and other two masses. മറ്റ് അതിനുശേഷം രണ്ട് ഫോഴ്സുകൾ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. 4 കിലോഗ്രാം മാസുള്ള ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 4 × 9.8, ദാറ്റ് ഈസ് 39.2 ന്യൂട്ടൺ. പിന്നെ 6 കിലോഗ്രാം മാസുള്ള ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 6 × 9.8, ദാറ്റ് ഈസ് 58.8 ന്യൂട്ടൺ. ഈ രണ്ട് വെയിറ്റുകളും താഴത്തേക്കാണ്. N1 N2 മുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് എഴുതാം N1 + N2 is equal to 39.2 + 58.8, that is 98. That is the first equation. Then let us apply the condition for rotational equilibrium.
റൊട്ടേഷൻ ഇക്വിലിബ്രിയം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കൂ, ഇവിടെ ഈ ഒരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതായത് ഈ ബാർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കിംഗ്. നമ്മൾ ഇവിടെ മാത്രം പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇതിങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ബാർ ഇങ്ങോട്ട് മൂവ്, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇത് ടി ക്ലോക്ക് വൈസ് ആയിട്ടും ടി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടി ക്ലോക്ക് വൈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ടി ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. അപ്പോൾ നോക്കൂ, ഇവിടെ ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ടോർക്കിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാർ ഇതിങ്ങോട്ട് മൂവ് ചെയ്യും, ഇതിങ്ങോട്ട് മൂവ്. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് ക്ലോക്ക് വൈസ് ടോർക്ക് ആയിരിക്കും, മറ്റുള്ള ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ആയിരിക്കും. ആ തരത്തിൽ നമുക്ക് എഴുതാം. സോ N1 ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് N1 ഇൻറ്റു N1 നിന്ന് റെഫറൻസ് പോയിന്റിലേക്കുള്ള അകലം, ദാറ്റ് ഈസ് 20 + 5, ദാറ്റ് ഈസ് 25. സോ N1 × 25 ഈസ് ഈക്വൽ ടു ദെൻ ഇവിടെ രണ്ട് ഫോഴ്സുകൾ വേറെ ഉള്ളതൊന്ന് 6 കിലോഗ്രാം മാസ് കൊണ്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 58.8, അവിടേക്ക് റെഫറൻസ് പോയിന്റിലുള്ള അകലം എന്ന് പറയുന്നത് 5 ആണ്. സോ 58.8 × 5 പ്ലസ് N2 നിന്ന് ഈ റെഫറൻസ് പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 25 ആയിരിക്കും. ദാറ്റ് ഈസ് N2 × 25. ഞാൻ ഒന്നുകൂടി പറയാം, ക്ലോക്ക് വൈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. ക്ലോക്ക് വൈസ് ടോർക്ക് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് N1 ആണ്. N1 നിന്ന് റെഫറൻസ് പോയിന്റിലേക്കുള്ള അകലം, ദാറ്റ് ഈസ് N1 × 25 ഈക്വൽ ടു ഇവിടെ മറ്റ് രണ്ട് ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഏതാണ്, 58.8 ആണ്. അതായത് 58.8 × അവിടേക്കുള്ള റെഫറൻസ് പോയിന്റിലുള്ള അകലം 5. സോ 58.8 × 5 പ്ലസ് പിന്നത്തെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് N2 ആണ്. N2 നിന്ന് റെഫറൻസ് പോയിന്റിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 25. സോ N2 × 25. വേറൊരു ഫോഴ്സോട് ആക്ട് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ദി സ്കെയിലാണ്, ദാറ്റ് ഈസ് 39.2 ന്യൂട്ടൺ ഉണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ റെഫറൻസ് പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ പോയിന്റിലൂടെ കൺസിഡർ ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ആ വെയിറ്റ് അല്ലെങ്കിൽ ആ ഫോഴ്സ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടും 25 × N1, ഈ 25 N2 ഇങ്ങോട്ട് വന്നു, -25 N2 ഈസ് ഈക്വൽ ടു ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 294. 25 കോമൺ ആക്കി എടുത്തു. So 25 × N1 - N2 is equal to 294, or N1 - N2 is equal to 11.6. So that is the second equation. This is our first equation. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട N1 N2 ആണ്. ഇനി N1 N2 ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N1 N2 കിട്ടും. അതിന് ഇക്വേഷൻ 1 2 കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് N1 ഉം N1 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2N1 ആവും. N2 N2 ക്യാൻസൽ ചെയ്യും. 98 ഉം 11.6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 109.76 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് 76. N1 - N2 is equal to 11.76. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 2 is equal to 2N1 is equal to 109.76. So N1 is equal to 109.76 divided by 2, that is 54.88 Newton. That is nearly 55 Newton. That is the reaction on the knife edge K1. That is N1 is equal to nearly, take it as 55 Newton. Okay. Similarly, you can find N2. N2 കാണുന്നതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു. ഇതിൽ N1ന്റെ വാല്യൂ നമുക്കറിയാം. സോ N2 is equal to 98 minus N1. That is 98 minus 54.88. You will get the answers 43.12 Newton. അതായത് ഇവിടുത്തെ റിയാക്ഷൻ ഓൺ ദ നൈഫ് എഡ്ജ് N2 എന്ന് പറയുന്നത് 43 Newton. ദാറ്റ് ഈസ് അഗൈൻ ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. നമ്മളിവിടെ കണ്ടീഷൻ ഫോർ റൊട്ടേഷൻ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തു, കണ്ടീഷൻ ഫോർ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തു. ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് ഈ തരത്തിൽ കിട്ടും. അതായത് റൊട്ടേഷൻ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അതേപോലെ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം ആവുന്ന കേസിൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് 0. പിന്നെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോർക്ക് എടുക്കുന്ന സമയത്ത് ദ ടോർക്ക് അലോങ് ദി റെഫറൻസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് 0. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.